നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൻ. നോക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 40% ഹോട്ടലുകളെ പാചകവാതക പ്രതിസന്ധി ഗുരുതരമായി ബാധിച്ചു. ഹോസ്റ്റലുകൾ ഉൾപ്പെടെ മറ്റ് മേഖലകളിലേക്കും പ്രതിസന്ധി വ്യാപിച്ചിട്ടുണ്ട്. LPG ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം കൂടിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. LPG പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം പുരോഗമിക്കുകയാണ്. കേരളത്തിലെ പകുതിയോളം ഹോട്ടലുകൾ ഗുരുതര ഭീഷണിയിലെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കണക്ക്. നാളെയോടെ സ്ഥിതി കൂടുതൽ വഷളാകും. LPG ആവശ്യത്തിന് സ്റ്റോക്കില്ലാത്ത ഗ്രാമീണ മേഖലയെയാണ് പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചത്. പലയിടത്തും ഹോട്ടലുകളുടെ പ്രവർത്തനം വിറകടുപ്പിലേക്ക് മാറ്റി. ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പാചകവാതക ക്ഷാമം വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാന്റീനിൽ ഭക്ഷണ മെനു വെട്ടിക്കുറച്ചു. കൊച്ചി നഗരത്തിലെ ഹോസ്റ്റലുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് കറുകപ്പള്ളിയിലെ ഒരു മെൻസ് ഹോസ്റ്റലിൻ്റെ ഏറ്റവും ടെറസിലാണ്. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ അടുപ്പ് കൂട്ടുന്നതിനുള്ള സ്ഥലവുമില്ല. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കല്ല് വെച്ച് അവർ അടുപ്പ് കൂട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ കാറ്ററിംഗ് മേഖല അടച്ചുപൂട്ടലിലേക്കെന്നും സർക്കാർ ഇടപെടണമെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. ഇന്ന് നമ്മുടെ കാറ്ററിംഗ് സ്ഥാപനങ്ങളെല്ലാം ഓരോ സ്ഥാപനങ്ങളായിട്ട് അടച്ചുകൊണ്ടിരിപ്പോൾ എൻ്റെ സ്ഥാപനവും ഇന്ന് വൈകുന്നേരമാകുമ്പോൾ അടയ്ക്കുക. കോഴിക്കോട് പൊതുശ്മശാനമായ സ്മൃതിപഥത്തിൽ മൃതദേഹ സംസ്കാരം തടസ്സപ്പെട്ടു. 2 ചൂളയുള്ളതിൽ ഒരു ചൂള ആയിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നില്ല. അത് ഇപ്പം പ്രവർത്തനക്ഷമമല്ല. ഇലക്ട്രിക് ശ്മശാനവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. പിന്നെ ഗ്യാസിൽ കൊണ്ട് മാത്രം ഓടിപ്പോയ ഒരു സ്ഥാപനമാണ് ഇതും ഇപ്പോൾ നിലച്ച മട്ടാണ്. പാചകവാതക ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം കൂടിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതിദിനം ഉപയോഗം ഈ വർഷം 100 ദശലക്ഷം യൂണിറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത്. LPG ക്ഷാമം കടുത്തതോടെ വിപണിയിൽ ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന 50% ഉയർന്നു. ഓൺലൈനിൽ 3 ഇരട്ടി വരെ വിൽപ്പന കൂടി. 24 കൊച്ചി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വാണിജ്യ LPG സിലിണ്ടർ വിതരണം തടസ്സപ്പെട്ടതോടെ രാജ്യത്ത് ഹോട്ടലുകൾ കൂട്ടമായി അടയ്ക്കുകയാണ്. നാളെയോടെ സ്ഥിതി ഇനിയും രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹോട്ടലുകൾക്ക് പുറമെ മറ്റ് മേഖലകളിലേക്കും പ്രതിസന്ധി വ്യാപിക്കുന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണവും ഉത്പാദനവും തടസ്സപ്പെട്ടതോടെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി 3-ാം നാളിൽ അതീവ രൂക്ഷമായി. വൻ നഗരങ്ങളിൽ 100 കണക്കിന് ഹോട്ടലുകൾ താത്കാലികമായി അടച്ചെന്നാണ് റിപ്പോർട്ട്. മെനു മാറ്റിയും വെട്ടിച്ചുരുക്കിയും പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടിലാണ് മറ്റുള്ളവർ. നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ നുങ്കമ്പാക്കത്തെ ക്രസന്റ് എന്ന് പറയുന്ന ഹോട്ടലാണ്. எப்படி இருக்கீங்க இப்போ இந்த கேஸ் நிலைமை? கேஸ் இல்லாமல் கொஞ்சம் கஷ்டமாக தான் இருக்குது. அதனால் நம்ம எல்லா பொருளும் கொடுக்க முடியல. இதை இருக்கிற பொருளை நம்ம அட்ஜஸ்ட் பண்ணி கொடுத்துட்டு இருக்கு. இப்போ அடுப்பு கூட வச்சுருக்காங்க. ஆமாம், இப்போ நம்ம கேஸ்லேருந்து இப்போ பழைய மாதிரி விறகுக்கு மாறிட்டோம். நம்ம இப்போ மெனு எல்லாம் எப்படி போயிட்டுருக்கு? மெனு எல்லாம் கம்மி பண்ணிட்டு இருக்கீங்களா இப்போ? இப்போ கொஞ்சம் கம்மி பண்ணி தான் நம்ம கொடுத்துட்ருக்கு. இருக்கிற பொருள் நம்ம ரெகுலராக வர்றவங்களுக்கு கொடுத்துட்ருக்கு. ബംഗളൂരു നഗരത്തിൽ 25% ഹോട്ടലുകളും അടച്ചുപൂട്ടി. 35,000 ഹോട്ടലുകളാണ് ആകെ നഗരത്തിലുള്ളത്. നഗരത്തിലെ 30 ഇന്ദിരാ ക്യാന്റീനുകൾ അടച്ചു. 175 ഇന്ദിരാ ക്യാന്റീനുകൾ അടച്ചുപൂട്ടൽ വക്കിലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കരിഞ്ചന്തയിൽ സിലിണ്ടറുകൾക്ക് 5,000 മുതൽ 7,000 രൂപ വരെയെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. പ്രതിസന്ധി തുടർന്നാൽ ഓൺലൈൻ ഭക്ഷണ ഡെലിവറി നിർത്തിവെക്കാനാണ് ആന്ധ്രയിലെ ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. നാളെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരും. ഇതോടെ ഹോട്ടൽ ജീവനക്കാരും പ്രതിസന്ധിയിലാകുമെന്നാണ് ആശങ്ക. ഹോട്ടലുകൾക്ക് പുറമെ ഹോസ്റ്റലുകൾ, ക്യാന്റീനുകൾ, സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കും LPG പ്രതിസന്ധി വ്യാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. നാഷണൽ ഡെസ്ക് 24. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മധ്യപൂർവേഷ്യൻ സംഘർഷം രാജ്യത്ത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ LPG ഉൽപാദനം 28% വർദ്ധിപ്പിച്ചെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വിശദീകരിച്ചു. വാണിജ്യ LPG വിതരണം ഇന്ന് ആരംഭിക്കുമെന്നും മന്ത്രി പാർലമെന്റിനെ അറിയിച്ചു. മുൻകൂർ നോട്ടീസ് നൽകിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി LPG ക്ഷാമം പാർലമെന്റിൽ ഉന്നയിച്ചത്. The pain has just started. Restaurants are closing. There's widespread panic about LPG. Street vendors are affected. And as I said, this is only the beginning. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ ജെഫ്രി എപ്സ്റ്റീന്റെ സുഹൃത്താണെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന രാഹുലിന്റെ പരാമർശം സഭയിൽ ബഹളത്തിനിടയാക്കി. आपने जो नोटिस दिया है आप उस नोटिस में बोलिए. आपको अगर इस विषय में बोलना है तो आप नोटिस देते. मैं अलाउ करता नहीं करता ये मैं तय करता. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകം നേരിടുന്നത്.
എന്നാൽ പ്രതിസന്ധിയെ ഇന്ത്യ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പാർലമെന്റിനെ അറിയിച്ചു. ഇന്ത്യ ബദൽ ഇന്ധനമാർഗങ്ങൾ തേടിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് LPG ഉൽപാദനം 28% വർദ്ധിച്ചു. The availability of petrol, diesel, aviation, turbine fuel, kerosene and fuel oil is fully assured. വാണിജ്യ LPG വിതരണം ഇന്ന് ആരംഭിക്കും. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ദൗർലഭ്യമില്ല. LPG ചരക്കുകൾ ദിനംപ്രതി രാജ്യത്ത് എത്തുന്നു. ഇത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സമയമല്ലെന്നും മന്ത്രി പറഞ്ഞു. 24 ഡൽഹി. 6 പതിറ്റാണ്ട് കാലത്തെ CPIM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ മുതിർന്ന നേതാവ് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി. CPIMന്റെ അനുനയ നീക്കങ്ങൾ തള്ളിയാണ് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന ജി സുധാകരന്റെ പ്രഖ്യാപനം. രാഷ്ട്രീയ ജീവിതം വിവരിച്ചും പാർട്ടിയിൽ നിന്നുള്ള അവഗണന എണ്ണിപ്പറഞ്ഞുമാണ് ആലപ്പുഴയിലെ വീട്ടിൽ രാവിലെ ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ദീർഘനാൾ CPIMന്റെ ശബ്ദമായിരുന്ന ജി സുധാകരൻ ഇനി പാർട്ടിക്ക് വിമതൻ. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഉന്നത നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ സുധാകരന്റെ മനസ്സ് മാറ്റിയില്ല. ഒടുവിൽ പുന്നപ്ര പറവൂരിലെ വീട്ടിൽ മാധ്യമങ്ങളോട് തുറന്നു പറച്ചിൽ. രാഷ്ട്രീയ അനുഭവങ്ങൾ പറയുമ്പോൾ വൈകാരികത നിറഞ്ഞ വാക്കുകൾ. പിന്നാലെ ആലപ്പുഴയിലെ ഇപ്പോഴത്തെ നേതൃത്വത്തെ പറഞ്ഞെത്തിയപ്പോൾ വിമർശനത്തിന്റെ മൂർച്ചയേറി. സൈബർ ആക്രമണം ഉൾപ്പെടെ പാർട്ടിയോടുള്ള വിയോജിപ്പുകൾ ജി സുധാകരൻ അക്കമിട്ട് പറഞ്ഞു. അതിന് സജിച്ചറിയാനോട് സൈബറിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം തന്നെ സൈബറല്ലേ. പ്രചാരണത്തിൽ സർക്കാരിനെതിരെ ഒന്നും പറയില്ലെന്ന് ജി സുധാകരൻ. പിണറായി വിളിച്ചാവശ്യപ്പെട്ടാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യത്തിൽ നിന്ന് സുധാകരൻ ഒഴിഞ്ഞുമാറി. പിണറായി വിജയൻ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ പിൻവലിക്കണം. അതായത് അത്രയും ആദരിക്കുന്ന നേതാവല്ല. അല്ല, ഇതൊക്കെ നിങ്ങളെ ആവശ്യമില്ലാതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു. 24 ആലപ്പുഴ. പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരനെ വൈകാരിക വിഷയങ്ങൾ ഉയർത്തി നേരിടാൻ CPIM. വലതുപക്ഷത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അനുജൻ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ വഞ്ചിച്ചാണ് സുധാകരൻ UDF പിന്തുണ സ്വീകരിക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിമർശനം. 7 പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടും വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്ന സുധാകരന് അധികാര കൊതിയാണെന്നും CPIM ആരോപിക്കുന്നു. ആലപ്പുഴയിലെ CPIMന്റെ ശക്തി ദൗർബല്യങ്ങൾ നന്നായി അറിയുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിയുന്ന ജി സുധാകരനെ തളയ്ക്കാൻ പതിവ് ആയുധങ്ങൾ മതിയാകില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്ന ജി സുധാകരനൊപ്പം അണികൾ കൂടി പോകുന്നത് ചെറുക്കലാണ് അടിയന്തര ദൗത്യമായി നേതൃത്വം കാണുന്നത്. രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന അമ്പലപ്പുഴയുടെ മണ്ണിലെ പാർട്ടി പ്രവർത്തകരെ വികാരപരമായി സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ഉയർത്തി പിടിച്ചു നിർത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. അതുകൊണ്ടാണ് രക്തസാക്ഷികളെ വഞ്ചിച്ചു എന്ന ആഖ്യാനം ചമയ്ക്കുന്നത്. ഇത് പാർട്ടിയെ ചതിച്ചതാ പച്ചയ്ക്ക്. ഒരിക്കലും ചതിക്കാൻ പാടില്ല. 60 6 ദിവസം പ്രവർത്തിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വേണമെങ്കിൽ നിർത്തി വീട്ടിൽ പോകണം. പാർട്ടിക്കെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ അർഹതയില്ല ജി സുധാകരൻ. ഞാൻ തീർത്തു പറയുന്നു. 1982 മുതൽ 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ജി സുധാകരൻ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് UDF പിന്തുണയോടെ സ്വതന്ത്രമായി നിൽക്കുന്ന ആക്ഷേപവും പാർട്ടി അണികളെ വികാരം കൊള്ളിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് ജി സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായിരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അധികാരക്കൊതി, വർഗവഞ്ചന തുടങ്ങി തനിക്കെതിരെ വന്നേക്കാവുന്ന ആക്ഷേപങ്ങളെയെല്ലാം ഒരുമുഴം മുമ്പേ പ്രതിരോധിക്കുന്ന തരത്തിലായിരുന്നു ജി സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ജി സുധാകരനെ നേരിടാനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തും. കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ജി സുധാകരനിൽ നിന്ന് കടുത്ത ആക്രമണമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് പാർട്ടിയുടെ നീക്കം. 24 തിരുവനന്തപുരം. പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെ ശക്തമായി എതിർക്കാൻ CPIM. ആലപ്പുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിക്കാനാണ് CPIM ആലോചിക്കുന്നത്. ജില്ലയിൽ പരക്കെ ജി സുധാകരനെതിരെ പോസ്റ്ററുകളും CPIM പതിച്ചു. വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല. പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ നാടുനീളെ CPIM പോസ്റ്ററുകൾ പതിച്ചു. ജി സുധാകരന്റെ വീടിന് മുന്നിലും CPIM പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ചു. അതിരുവിട്ട പ്രതിഷേധം വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമെങ്കിലും സുധാകരനെതിരെ കടുത്ത അമർഷമാണ് CPIM അണികൾക്കിടയിൽ. 45 വർഷമായി ഈ പാർട്ടി കൊടുക്കാവുന്ന മുഴുവൻ സ്ഥാനങ്ങളും കൊടുത്തു. പുന്നപ്പുറയുടെ മണ്ണിൽ VSന്റെ മണ്ണാണിത്.
ഈ VS-ന്റെ മണ്ണിലാണ് ഈ വർഗവചനം കാണിച്ചിരിക്കുന്നത് അദ്ദേഹം. നാളെ മുതൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടി തീരുമാനം. ജി സുധാകരൻ സാർ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് യഥാർത്ഥത്തിൽ പാർട്ടിയെയും LDF-നെയും ദുർബലപ്പെടുത്തുന്ന നിലപാടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് ഒട്ടും ശരിയായില്ല. പാർട്ടി വിട്ട് ഒരാളും ജി സുധാകരനൊപ്പം പോകില്ലെന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം സുധാകരൻ അനുകൂലികൾ CPIM-ലുണ്ട്. ഇവരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള ശ്രമങ്ങളും പാർട്ടി ആരംഭിച്ചു. 24 ആലപ്പുഴ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെ UDF പിന്തുണച്ചേക്കും. രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ച ശേഷം ദേശീയ നേതൃത്വവുമായി ആലോചിച്ചായിരിക്കും തീരുമാനം. UDF തലത്തിലും ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കി. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് വലിയ ഊർജ്ജമായിട്ടുണ്ട്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പിന്തുണ പ്രഖ്യാപനത്തിൽ ആ തിടുക്കം വേണ്ടെന്നാണ് നേതൃതലത്തിലെ ധാരണ. ഘട്ടം ഘട്ടമായി അതിലേക്ക് എത്താനാണ് തീരുമാനം. 6.5 പതിറ്റാണ്ടിന്റെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജി സുധാകരന്റെ കടന്നുവരവിനെ CPIM-ന്റെ ജീർണതയുടെ അടയാളമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. സുധാകരനെതിരായ CPIM-ന്റെ പ്രതിരോധ നടപടികൾ മുറുകുന്ന ഘട്ടത്തിൽ മാത്രമേ കോൺഗ്രസ് സഹായഹസ്തം നീട്ടൂ. അതാണ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ. അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. കേരളത്തിലെ CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കേരളത്തിലെ CPM-ന് സംഭവിക്കും. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായും UDF നേതൃത്വവുമായും ആലോചിച്ച ശേഷമായിരിക്കും ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ തീരുമാനം വരിക. വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആ സംഭവങ്ങളുടെ പുരോഗതിയെ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്, ആലപ്പുഴയിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും UDF ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. ആദ്യം ഐഷ പോറ്റി, പിന്നെ PK ശശി, ഒടുവിൽ തലയെടുപ്പുള്ള നേതാവ് ജി സുധാകരൻ. ഇങ്ങനെ ഓരോരുത്തരായി CPIM-ന്റെ കൂടാരം വിട്ടിറങ്ങുന്നത് കോൺഗ്രസിനും UDF-നും വലിയ ആവേശം പകർന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പോക്ക് തീവ്ര വലതുപക്ഷത്തേക്കാണെന്ന UDF-ന്റെ ആഖ്യാനത്തിന് അനുപൂരകമാണിത്. അതാണ് UDF ക്യാമ്പിൽ വിസ്മയ പൂത്തിരി കത്താൻ കാരണം. 24 തിരുവനന്തപുരം. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി CPIM നേതാവ് MM മണി. ഇടുക്കി ചെങ്കുളം മൾട്ടി സ്പീഷീസ് മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്താത്തതിലാണ് MM മണി രോഷാകുലനായത്. മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച MM മണി പ്രസംഗിക്കാതെ വേദി വിട്ടു. ഞാൻ പറയാം, അവിടെ ഇരുന്ന് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അത് ഈ രാജായും ഞാനും കൂടെ പോലെ ഇത് വിവരണം ചെയ്യാം. ഇത് കുളിച്ചില്ലേലും കോണം കിടപ്പുറത്ത് കിടക്കണം. തിരുവനന്തപുരത്തൊന്നും ഉണ്ടാക്കണ്ട, മെനക്കെടാൻ നമ്മൾ ഡീസൽ മേടിച്ച കട്ടപ്പെട്ടിപ്പിള്ള മേലാൽ എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ വേറെ വല്ലതും പറയും. അത് ഞാൻ പറയുന്നില്ല. ഈ സദസ്സായ ഒരു മനുഷ്യനെ മെനക്കെടുക്കുന്ന പണി. എൻ്റെ ജോലി എന്താ? മുഖ്യ അതിഥിയായി ഞാൻ അഭിവാദ്യ പ്രസംഗം നടത്തിയായിട്ട് അവസാനിപ്പിക്കും. MM മണിയുടെ വിമർശനത്തെ കൈയടിച്ചാണ് സദസ്സ് സ്വീകരിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് 1 വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ മരിച്ച നിലയിലാണ് കൊണ്ടുവന്നത് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ, ഈ സൂചിപ്പിച്ചതുപോലെ മരിച്ച നിലയിലാണ് കൊണ്ടുവന്നത് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ പോലീസ്? അമൃത, സംഭവത്തിൽ അടിമുടി ദുരൂഹത സംശയിക്കുന്നുണ്ട്. മാത്രവുമല്ല, 1 വയസ്സും 1 മാസവും പ്രായമുള്ള കുഞ്ഞാണ്. കുഞ്ഞ് വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് കുട്ടിയുടെ മുത്തശ്ശി, അതായത് അമ്മൂമ്മ, പോലീസിനോടക്കം പറഞ്ഞിരിക്കുന്ന കാര്യം. അമ്മൂമ്മ തൊഴിലുറപ്പിന് പോയിരിക്കുകയായിരുന്നു. തൊഴിലുറപ്പിന് ശേഷം മടങ്ങിയെത്തുമ്പോഴാണ് വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ നിലത്ത് പായ വിരിച്ച നിലയിൽ കുഞ്ഞ് ചലനമറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കുഞ്ഞിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രി എത്തിച്ചു. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചു, കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഈ ദുരൂഹത സംശയിക്കാനുള്ള കാരണം. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അമ്മയാണ്. മറ്റാരെങ്കിലും ആ ഭാഗത്തേക്ക് വന്നു പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും സംഭവത്തിൽ കാര്യമായിട്ടുള്ള ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ വാമനപുരം കണിച്ചോട് അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയാണ് മരിച്ചത്. അമൃത. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം.
രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നു കോൺഗ്രസ്. തുടർ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിൽ തുടരുന്നു. നാളെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാനായി നാളെ ഡൽഹിയിലെത്തും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിങ്കളാഴ്ച വീണ്ടും ചേർന്നേക്കും. ഭൂരിഭാഗം സീറ്റുകളിലും തിങ്കളാഴ്ചയോടെ തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി 31 സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചിരുന്നു. പെരുമ്പാവൂരിൽ സമ്മർദ്ദവുമായി സിറോ മലബാർ സഭ രംഗത്തെത്തി. മനോജ് മുത്തേടിന് സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ തുടരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകും. 40 മുതൽ 50 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സറിയാൻ 24 ഡിജിറ്റൽ സർവേ. തെരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും. ജനമനസ്സറിയാൻ 24 നടത്തുന്ന അഭിപ്രായ സർവേയിൽ പ്രേക്ഷകർക്കും പങ്കെടുക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ജനമനസ്സറിയുകയാണ് 24 ഡിജിറ്റൽ സർവേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും വിവാദ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടുകളും രേഖപ്പെടുത്തുകയാണ് അഭിപ്രായ സർവേയിലൂടെ 24. കേരളത്തിൽ ഭരണത്തിലെത്തുക ഏത് മുന്നണി, ആരാകും അടുത്ത മുഖ്യമന്ത്രി, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ, ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ വിവാദങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടറിയുകയാണ് സർവേയിലൂടെ. വോട്ടേഴ്സ് ആർക്കൊപ്പം നിൽക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് ട്രാക്കർ 24ന്റെ ഡിജിറ്റൽ സർവേ. സർവേയിൽ പങ്കെടുക്കാൻ QR കോഡ് സ്കാൻ ചെയ്യാം. മെഗാ ഡിജിറ്റൽ പോളിൽ പങ്കാളിയാകാം. ന്യൂസ് ഡെസ്ക് 24. LPG പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ INB മന്ത്രാലയത്തിന്റെ ചില നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. വാർത്താ ചാനലുകൾക്കുൾപ്പെടെ തീയതിയും സമയവും ഒക്കെ അടയാളപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിപ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ LPG ബുക്കിംഗ് കാലയളവ് 45 ദിവസമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ ഈ ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഇടവേള 25 ദിവസമായിരുന്നു. ഏതായാലും ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ വാങ്ങി രണ്ടാമത്തേത് ലഭിക്കാൻ ഇനിയിപ്പോൾ 45 ദിവസം കാത്തിരിക്കണം. നമുക്കറിയാം വലിയൊരു LPG പ്രതിസന്ധി സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തുടനീളം അനുഭവപ്പെടുന്നുണ്ട്. ഹോട്ടലുകളൊക്കെ അടച്ചിടേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളിൽ LPG സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം കൂടി വരുന്നത്. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പൊതുജനം കഴുതയില്ല സർ എന്ന പരിപാടി കാണാം. ദിലീപ് കുമാർ ചേരും. നമസ്കാരം.